ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഏതൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇവിടെ 5 ടൈപ്പ് ഓപ്പറേറ്റേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുൻപൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അർത്ഥമെറ്റിക്, അസൈൻമെൻറ്റ്, റിലേഷണൽ, ലോജിക്കൽ, ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ട്. നമ്മുടെ ബേസിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത് അല്ലേ, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡ്ലെസ്. അതിൻ്റെ കൂടെ തന്നെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും, പ്ലസും മൈനസും, ഇത്രയും ചേർന്നതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് അഡീഷനായിട്ടും, മൈനസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷനായിട്ടും, ഇൻറ്റു മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടും, ഡിവിഷൻ ഡിവൈഡ് ചെയ്യാനും, അതുപോലെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് റിമൈൻഡർ കിട്ടാനും, പ്ലസ് എന്ന് പറയുന്നത് 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യാനും, മൈനസ് എന്ന് പറയുന്നത് ഡിക്രിമെൻറ്റ് 1 വെച്ച് മൈനസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ 6.1 എക്സാമ്പിൾസ് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താ, ഈക്വൽ ടു യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സായിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു, ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു വാല്യൂവിനെ മറ്റൊരു വേരിയബിളിലേക്കോ അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു യൂസ് ചെയ്യുക. ഇപ്പോൾ A = B, A = 10, B = 5 എന്നൊക്കെ നമ്മൾ എഴുതില്ലേ. അപ്പോൾ അവിടെ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈക്വൽ ടു യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂവിനെ മറ്റൊരു വേരിയബിളിലേക്കോ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്കോ ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈക്വൽ ടു നമുക്കറിയാം. ഇനി പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത്, ഇവിടെ പ്ലസ് ഈക്വൽ ടുവിൻ്റെ എക്സാമ്പിൾ നോക്കുക. ടേബിൾ 6.2 ഇവിടെ എക്സാമ്പിളായിട്ട് A + B എന്ന് തന്നിട്ടുണ്ട്. അവിടെ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ, എയുടെ വാല്യൂ 10 ആയിട്ടും ബിയുടെ വാല്യൂ 3 ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ A + B എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, A = A + B, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മൈനസ് ഈക്വൽ ടു എന്ന് പറയുന്നത് A - B, അതായത് A = A - B, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻറ്റു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ A = A × B. അതുപോലെ ഡിവിഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ A = A/B. അതുപോലെ മോഡുലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ A = A mod B. ആ എക്സാമ്പിൾസ് തന്നതിൻ്റെ എക്സ്പാൻഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എഴുതുമ്പോൾ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു എന്നൊക്കെ എഴുതുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ഓപ്പറേഷൻ ഇങ്ങനെയാണ്: A = A + B, A = A - B, A = A × B, A = A/B, A = A mod B. ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ പറയുന്ന വേറൊരു പേര് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് കൂടെ പറയും. അപ്പോൾ കൂടുതലായിട്ടും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, നോട്ട് ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റേഴ്സ് ടേബിൾ 6.3 പറയുന്നുണ്ട്. ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ +1 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്, ഇങ്ങനെയാണ് വരിക. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ഈക്വൽ അല്ല എന്നുള്ളതിനെ ട്രൂ ആക്കി തരുന്നു. ലെസ് ദാൻ ചെറുതാണോ നോക്കുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചെറുതാണോ എന്നും ഒപ്പം തന്നെ ഈക്വൽ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വലുതാണോ അതോ ഈക്വലോ, ഇതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടേബിളിലും എക്സാമ്പിൾസും വാല്യൂവും തന്നിട്ടുള്ള റിസൾട്ട് അടക്കം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾസ് വായിക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ്, ഓർ, നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായിട്ട് നമുക്കുള്ളത്. ആൻഡ് എഴുതുമ്പോൾ 2 ആംപർസെൻറ്റും, ഓർ എഴുതുമ്പോൾ 2
ലൈൻ ബാർ പോലത്തെ ആ ഒരു ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. നോട്ട് എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ നമുക്കറിയാം ആൻഡ് യൂസ് ചെയ്യണത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ളത് ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ വരും, വാല്യൂ ട്രൂ വരും. ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ് ഫോൾസ് ആയി കഴിഞ്ഞാൽ ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് ഓപ്പറേഷൻ അതിൻ്റെ. അതുപോലെ ഓർ ആണെങ്കിൽ എയും ബിയും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി, നമ്മുടെ റിസൾട്ട് ട്രൂ ആയിരിക്കും അല്ലേ. ഏതെങ്കിലും അതുപോലെ രണ്ടെണ്ണം ഫോൾസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോൾസ് വരുള്ളൂ. നോട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോട്ട് എ അല്ലെങ്കിൽ നോട്ട് ബി ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ആ എ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ നോട്ട് എ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. നേരെ റിവേഴ്സ് ചെയ്യാനാണ് നോട്ട് ഓപ്പറേഷൻ. ഇനി നമുക്കുള്ളത് സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്ററാണ്. നമ്മൾ ഇതുവരെയായിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാവാസ്ക്രിപ്റ്റിൽ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ പ്ലസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേരിൽ തന്നെ അറിയാം, സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാനായിട്ടാണ്. ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിനോട് കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ഒരു ഹലോ എന്ന് പറയുന്നൊരു സ്ട്രിങ് ഉണ്ട്, വേൾഡ് എന്ന് പറയുന്നൊരു സ്ട്രിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹലോ പ്ലസ് വേൾഡ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് ഒറ്റ സ്ട്രിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്ററായിട്ട് പ്ലസ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ്സിനെ നമുക്കറിയാം രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ സ്ട്രിങ്ങുകളെയും അത് ആഡ് ചെയ്യുന്നുണ്ട്. സ്ട്രിങ്ങുകൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് സ്ട്രിങ്ങുകളെയും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വോർ എക്സ് കോമ വൈ, രണ്ട് വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തു. എക്സ് ഈക്വൽ ടു എ ഗുഡ് ബിഗിനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. വൈയിലുള്ളത് മേക്സ് എ ഗുഡ് എൻഡിങ്. അപ്പോൾ എക്സിലുള്ള കണ്ടൻറ്റും വൈയിലുള്ള കണ്ടൻറ്റും അവിടെ തന്നിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെഡ് എന്താ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുക? ഗുഡ് ബിഗിനിങ് മേക്സ് എ ഗുഡ് എൻഡിങ്. അതുപോലെ ഇവിടെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. വേർ എക്സ് കോമ വൈ എക്സ് ഈക്വൽ ടു 23. പക്ഷേ 23 നമ്പറായിട്ടല്ല സ്ട്രിങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് സ്ട്രിങ് ആണ്, 23 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, കാരണം ഡബിൾ കോഡ്സ് ഉള്ളതുകൊണ്ട്. വൈ ഈക്വൽ ടു 5 എന്നിട്ട് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയിരിക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ എക്സിലുള്ളതും സ്ട്രിങ് ആണ്, വൈയിലുള്ളതും സ്ട്രിങ് ആയിരുന്നു. സെഡിൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്തൊരു സ്ട്രിങ് ആയിട്ട് കൊടുത്തു. ഇവിടെ എക്സിലുള്ളത് സ്ട്രിങ്ങും വൈയിലുള്ളത് നമ്പർ ഡാറ്റ ടൈപ്പുമാണ്. എന്നിട്ട് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 235. 235 ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം എന്താ, ഇവിടെ സ്ട്രിങ് ആയിട്ടുള്ള ഒരു വാല്യൂവിൻ്റെ കൂടെ ഒരു നമ്പറിനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നമ്പറിനെ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് രണ്ടെണ്ണത്തിനെയും കോൺകാറ്റിനേറ്റ് ചെയ്യും, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെപ്പോഴും നോക്കി വയ്ക്കുക. എക്സാമിനൊക്കെ ഈ ടൈപ്പ് ചോദിക്കുന്നതാണ്. ഒരു സ്ട്രിങ്ങിനോട് ഒരു നമ്പറിനെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് രൂപത്തിൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഒരു സ്ട്രിങ്ങിനോട് ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പറിനെ സ്ട്രിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇൻ കേസ് നമുക്ക് ഒരു ഇവിടെ ലാസ്റ്റ് തന്നിട്ടുണ്ട്, ഈ എക്സ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ 23 + 5, അതായത് 28 എന്നാണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് എന്ത് ചെയ്യണം, അതായത് മാനുവലി നമ്മൾ എക്സിൻ്റെ വാല്യൂവിനെ അല്ലെങ്കിൽ എക്സിൻ്റെ ടൈപ്പിനെ അവിടെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സെഡ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് വൈ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സിനെ നമ്പർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ശേഷം വൈയുമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23നെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്താൽ 23 നമ്പറായിട്ട് മാറും. അപ്പോൾ 23 + 5 ചെയ്ത് കഴിഞ്ഞാൽ 28നെ നമുക്ക് സെഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തന്നിട്ടുണ്ട്. അത് ഈ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക.
ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് ഇതും അറിയുന്ന ഭാഗമാണ് C++ൻ്റെ. കൺട്രോൾ സ്ട്രക്ചേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ്, സ്വിച്ച്, ഫോർ, വൈൽ, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇഫ് പറയാം. ഇഫ് നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ അല്ലേ. ആ ഇഫിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇഫിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇഫിനൊരു എൽസ് ബ്ലോക്ക് ഉണ്ടാവും. ആ എൽസ് പാർട്ടായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ ഇവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട് ടേബിൾ 6.5-ൽ. സിമ്പിൾ ഇഫിൻ്റെയും അതുപോലെ ഇഫ് എൽസിൻ്റെയും. സിമ്പിൾ ഇഫിൻ്റെ സിൻടാക്സ് നോക്കുക. ഇഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുപോലെ ഇഫ് എൽസിൻ്റെ പാർട്ടിൽ നോക്കുക. ഇഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, എൽസിൽ എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു സിൻടാക്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇഫ് വെച്ചിട്ട് ഇവിടെ ജാവാസ്ക്രിപ്റ്റിൽ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാണ്ട്. ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ചെക്സ് വെദർ എ സ്റ്റുഡൻറ്റ് ഹാസ് പാസ്ഡ് ഓർ നോട്ട്. സ്റ്റുഡൻറ്റ് പാസ്സായോ അതോ ഫെയിലായോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റിൽ ഇഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കുക. ആദ്യം HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ബോഡി ടാഗിലാണ് എഴുതാൻ പോണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ കോഡിലേക്ക് കിടക്കുകയാണ്. വാട്ട് സ്കോർ വെച്ചിട്ടല്ലേ നമ്മൾ പാസ്സായോ ഫെയിലായോ നോക്കുന്നത്. അപ്പോൾ വാർ യൂസ് ചെയ്തിട്ട് സ്കോർ എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. സ്കോർ ഈക്വൽ ടു 35 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. സ്കോർ 35 ആണ്. ഇനി നമ്മൾ ഇഫിൽ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് സ്കോർ ലെസ് ദാൻ 30 ആണെങ്കിൽ എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൽ ദി സ്റ്റുഡൻറ്റ് ഈസ് ഫെയിൽഡ്. അതിൻ്റെ എൽസ് ബ്ലോക്കിലോ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ദി സ്റ്റുഡൻറ്റ് ഈസ് പാസ്ഡ്. അപ്പോൾ സ്കോർ 35 ആണ്. ഇഫ് സ്കോർ ലെസ് ദാൻ 30 ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ 35 ലെസ് ദാൻ 30 ആണോ എന്നാണ് നോക്കുന്നത്. 35 ലെസ് ദാൻ 30 അല്ലേ, അത് ഫോൾസ് ആണ്. അപ്പോൾ എൽസിൽ വന്നിട്ട് ദ സ്റ്റുഡൻറ്റ് ഈസ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. ഇൻ കേസ് സ്കോർ എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമ്മൾ 20 ആണ് കൊടുത്തിട്ടില്ലെങ്കിലോ ഇഫിൻ്റെ ഉള്ളിൽ നോക്കുക 20 ലെസ് ദാൻ 30 ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ട്രൂ ആയിട്ട് വന്നു. അപ്പോൾ ഇഫിൻ്റെ ബ്ലോക്കിലുള്ള ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്വിച്ച് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം.